നോയ്സ് പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള VS102 നിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു ബഡ്ജറ്റ് പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്സ് ആണ്. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ബഡ്സ് ആണിത്. ഇന്ത്യയിൽ 2022 ഏറ്റവും മികച്ച ബഡ്സ് ബ്രാൻഡുകളിൽപ്പെട്ട ഒന്നാണ് നോയ്സ്. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചസ് നോയ്സ് വളരെ വ്യാപകമായിട്ട് പുറത്തിറക്കുന്നുണ്ട്. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് നോയ്സിന്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. അതുപോലെ ബഡ്സ് VS102 നിയോ എന്ന് കാണാം. ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ബഡ്സിന്റെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിറകിലോട്ട് വരുമ്പോഴും ബഡ്സിന്റെ നല്ലൊരു ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ MRP വരുന്നത് 3499 രൂപയാണ്. പക്ഷേ ഇത് ലോഞ്ച് ഓഫറിൽ നിങ്ങൾക്ക് 999 വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ ഒരു ലോഞ്ച് ഓഫർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ 1499 രൂപയായിരിക്കും നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ട ശേഷം ബഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെ ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ബഡ്സ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ നോയ്സിന്റെ ഒഫീഷ്യൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വളരെ ക്വിക്കായിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഏകദേശം 40 മണിക്കൂറോളം നമുക്ക് പ്ലേ ടൈം തരുന്ന ഒരു ബഡ്സ് ആണ്. എൻവയോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാഡ് മൈക്ക് സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. ഹൈപ്പർസിങ്ക് ടെക്നോളജി ഉണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വേരിയന്റ് 5.3 ആണ്. 11mm ഡ്രൈവർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് ഫീൽ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു ടോപ്പ് എൻഡ് ആണ് ഓപ്പൺ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ബെഡ് നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലാണ്. നമ്മളൊരു ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള VS102 നിയോ ആണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. പ്രത്യേക ഒരു സ്റ്റൈലിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഡിസൈൻ ആണ് കേട്ടോ. ഈ ഒരു ബോക്സ് വളരെ ചെറുതാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അത് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് പോക്കറ്റിലൊക്കെ ക്യാരി ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നോയ്സിന്റെ ബ്രാൻഡിംഗ് നല്ലപോലെ ഇവിടെ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എൻഡിലായിട്ടാണ് നമുക്ക് ഇതിന്റെ ചാർജിംഗ് പോയിന്റ് വരുന്നത്. ബോക്സ് നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വീഴുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു ബഡ്സ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സ് നിങ്ങൾ ഇത്തരത്തിൽ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് ക്ലോസ് ആയിട്ട് കിട്ടും. പക്ഷേ ബഡ്സ് താഴോട്ട് വീഴുന്ന ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെയാണ് ഈ ഒരു ചാർജിംഗ് ലൈറ്റ് ഇൻഡിക്കേറ്റർ വരുന്നത്. 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 120 മിനിറ്റ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ് ടു 50 മൈക്രോ സെക്കൻഡ് വരെ ലോ ലാറ്റൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ IPX5 റെസിസ്റ്റന്റ് റേറ്റിംഗോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ സ്വെറ്റോ അല്ലെങ്കിൽ ചെറിയ വാട്ടർ ഒക്കെ ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ബഡ്സിന് അത് അഫക്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് ബഡ്സ് ക്വിക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 1000 രൂപയ്ക്ക് താഴെയാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഒരു Type-C ചാർജിംഗ് കേബിൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമ്മുടെ മെയിൻ യൂണിറ്റ് ഇതാണ്. ഒരു ഫ്ലൈ ബേർഡ് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ കേസ് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയാണ് വന്നിട്ടുള്ളത്. കേസിന് മുകളിലായിട്ട് നിങ്ങൾക്ക് നോയ്സിന്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. നോയ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ നമുക്കിവിടെ ഒരു ചാർജിംഗ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഏറ്റവും താഴെയായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു മുകൾ വശത്താണ് ഇതിന്റെ ഈ ഒരു Type-C ചാർജിംഗ് പോർട്ട് വരുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലൊരു ബ്ലാക്ക് സ്ട്രിപ്പ് ഇതേപോലെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബെൻഡ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചാർജിംഗ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് ഉള്ളിലേക്ക് പോകുന്നത് കാണാം. ഒരു ഗ്ലോസി ഫിനിഷ് ബഡ്സിൽ കാണാനായിട്ട് പറ്റും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. അതിനായിട്ട് പെയർ ന്യൂ ഡിവൈസ് എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്യുക. വളരെ ക്വിക്കായിട്ട് തന്നെ നമ്മുടെ ഡിവൈസ് ഫൈൻഡ് ആകുന്നതാണ്. നമ്മുടെ ഡിവൈസ് എങ്ങനെ ഫൈൻഡ് ആയിട്ടുണ്ട് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി ക്വിക്കായിട്ട് തന്നെ ഇത് പെയർ ആയിട്ട് കിട്ടും. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ 100% ബാറ്ററി ഉണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ആവും. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കേസ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആവുകയും ചെയ്യും. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതിന്റെ ടച്ച് കൺട്രോൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ബട്ടൺസ് ഒന്നും വരുന്നില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് ആണ്. ഇത്തരത്തിൽ നമ്മൾ റൈറ്റ് സൈഡിൽ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ വോളിയം ഇങ്ങനെ ഇൻക്രീസ് ആകുന്നത് കാണാനായിട്ട് പറ്റും. ലെഫ്റ്റിലാണ് സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതെങ്കിൽ വോളിയം ഡിക്രീസ് ആവുന്നതും കാണാൻ പറ്റും. ഡബിൾ ടാപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണോ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും പറ്റും. ഇനി ട്രിപ്പിൾ ടാപ്പ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ പറ്റും. അതുപോലെ വീണ്ടും ട്രിപ്പിൾ ടാപ്പ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാൻ പറ്റും. ഓൺ ഗോയിങ് കോൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇത്തരത്തിൽ ഒരു ബെഡിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. കോൾ നമുക്ക് ഇത്തരത്തിൽ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഡിസ്കണക്ട് ചെയ്യുന്നതിന് ഇത്തരത്തിൽ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്താൽ റിജക്ട് ചെയ്യാനും പറ്റും. കോൾ റിജക്ട് ചെയ്യാനാണെങ്കിൽ ഇത്തരത്തിൽ ബെഡിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. നമുക്ക് റിജക്ട് ചെയ്യാനും പറ്റും. ഏകദേശം 5ഓളം കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. എന്റെ കയ്യിലുള്ളത് ഇതിന്റെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റ് ആണ്. നല്ലപോലെ ചെവിയിൽ നിൽക്കുന്നതാണ് ഇതിന്റെ ഡിസൈൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ചെവിയിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പുറത്തുള്ള എല്ലാ നോയ്സും നല്ല രീതിയിൽ ക്യാൻസൽ ആയിട്ട് കിട്ടും. അതായത് പുറത്തുള്ള വോയിസ് ഒന്നും ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഫോർ ഷുവർ. നമ്മൾ ഇത്തരത്തിൽ തല മാക്സിമം ബെൻഡ് ചെയ്താലും ഇത്തരത്തിൽ ബെൻഡ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. സാധാരണ ബഡ്സിൽ നിന്നും ഒരു എക്സ്ട്രാ എന്താ പറയുക ഒരു ഗ്രിപ്പ് തീർച്ചയായിട്ടും നമ്മുടെ ചെവിയിൽ ഇതുവഴി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ചെവിയിൽ വെക്കുന്ന സമയത്ത്. ഹൈപ്പർസിംഗ് ടെക്നോളജിയോട് കൂടിയാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഫേം ആയിട്ട് കയ്യിൽ നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ. വളരെ ചെറിയൊരു കേസാണ് കണ്ടില്ലേ. നല്ലപോലെ കയ്യിൽ ഇങ്ങനെ ഫേം ആയിട്ട് നിൽക്കും. നമുക്കിങ്ങനെ പോക്കറ്റിലൊക്കെ ഇടാനും വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു ഹെവി ആയിട്ട് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഇതിന്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡിസൈനിലാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. സോഫ്റ്റ് ഇറ്റാലിക്, പേൾ പിങ്ക്, ഐസ് ബ്ലൂ, കാർബൺ ബ്ലാക്ക്, ഒലീവ് ഗ്രീൻ എന്നിവയാണ് 5 കളേഴ്സ്. സിംഗിൾ ബഡിന്റെ പ്ലേ ടൈം വരുന്നത് 7 hours ആണ്. 7 മണിക്കൂർ വരെ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. നോയ്സ് ബഡ്സ് VS102 നിയോയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു ബഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയുന്നതിനായിട്ട്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും അബ്ദുൾ ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെയും ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.